Hi dears, welcome back to EduFix Academy. Master of Arts, Gandhi and his Peace Studies, MGPS, PGCGPS, PG, Certificate in Gandhi and Peace Studies, അതുപോലെ PGD, GPS, PG Diploma in Gandhi and Peace Studies. ഇത്രയും ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസിനുമായി ബന്ധപ്പെട്ട ഈ 3 കോഴ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമായ MGPS, മാസ്റ്റർ ഓഫ് ആർട്സ് ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്താണ്, എങ്ങനെയാണ്, ഫീസ്, ഡ്യൂറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു MA കോഴ്സാണ്. മാസ്റ്റർ ഓഫ് ആർട്സ് PG പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ മുതൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സുകളും ഓൺലൈൻ ത്രൂ ആണ് ചെയ്യേണ്ടത്. എക്സാം എഴുതേണ്ടത് അതായത് എക്സാം സെൻറ്ററിൽ പോയിട്ട് പെൻ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. 2 വർഷമാണ് ഈ ഒരു കോഴ്സിൻ്റെ മിനിമം ഡ്യൂറേഷൻ. 4 വർഷമാണ് മാക്സിമം ഡ്യൂറേഷൻ. ഹിന്ദി മീഡിയമായിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയമായിട്ടോ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റിനകത്ത് ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്നായിരിക്കും നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷത്തിൽ പീസ് സ്റ്റഡീസ്, അതുപോലെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തുടർ പഠനത്തെ MPhil PhD പോലെയുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. എക്കണോമിക്, സോഷ്യൽ, ജെൻഡർ, പൊളിറ്റിക്കൽ, എൻവിറോൺമെൻറ്റൽ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസുകളിലൊക്കെ നിങ്ങൾക്ക് ഒരു റിസർച്ച് ആൻഡ് ട്രെയിനിങ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് സോഷ്യൽ സ്കില്ലിനോ NGO സ്കില്ലിനോ അതുപോലെ തന്നെ ടീച്ചിങ് റിസർച്ചിനൊക്കെ ആയിട്ട് ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഈ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഹയർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. മനസ്സിലായല്ലോ, ഡിഗ്രിയാണ് ഇതിന് വേണ്ടത്. ഫീ എന്ന് പറയുന്നത് ഫീ സ്ട്രക്ചർ നോക്കൂ, 7000 രൂപ പെർ ഇയർ, അങ്ങനെ 2 വർഷം ഉണ്ടാവും. രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റും ഫീയും കൂടിയിട്ട് 7700 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോഴ്സ് ഇല്ല. പിന്നെ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ കോഴ്സ് നൽകുന്നുണ്ട്. മാർ ഇവാനിയസ് കോളേജിലാണ് നൽകുന്നത്. അതുപോലെ വടകര റീജിയണൽ സെൻറ്ററിൽ ഇഗ്നോർ റീജിയൻ സെൻറ്റർ വടകരയിൽ തന്നെയാണ് ഈ ഒരു കോഴ്സ് നൽകുന്നത്. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ EduFix അക്കാദമിയുമായിട്ട് ബന്ധപ്പെടാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ 2 ഇയർ ആണ് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകളൊക്കെ ഒന്ന് നോക്കൂ. ഇത്രയും സബ്ജക്റ്റുകൾ, ഇതൊരു ഗാന്ധിയൻ കോഴ്സാണ്. ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ 21ാം സെഞ്ച്വറി, അതുപോലെ തന്നെ എക്കോളജി, പൊളിറ്റിക്കൽ തോട്ട്, സോഷ്യൽ തോട്ട്, എക്കണോമിക് തോട്ട് തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. അതുപോലെ സെക്കൻഡ് ഇയറിൽ നോക്കൂ, നിങ്ങൾ ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി സാധ്യതകൾ എന്തെല്ലാം നോക്കാം. കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അധ്യാപകൻ, അതിൻ്റെ കൂടെ നെറ്റും PhD ഒക്കെ കഴിഞ്ഞാലാണ് അത് കിട്ടുക. റിസർച്ച് ഫെല്ലോ ആയിട്ട് നിങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കാം. അതുപോലെ NGO പ്രൊജക്റ്റ് കോർഡിനേറ്റർ, NGOയിലൊക്കെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് കോർഡിനേറ്ററായിട്ട് ജോലി ലഭിക്കാൻ സാധ്യതകളാണിത് കേട്ടോ. പീസ് ബിൽഡിംഗ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഓഫീസർ, ഓക്കെ. ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കാം. സോഷ്യൽ വർക്കർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓഫീസർ, റൂറൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്, CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇത്തരം മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകളാണ്. പിന്നെ ലഭിക്കുന്ന മേഖലകൾ: ഗവൺമെൻറ് സെക്ടർ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്, റിസർച്ച് സെൻറ്റേഴ്സ്, NGOs, ഇൻ്റർനാഷണൽ NGOs, UNESCO പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ, റൂറൽ ഡെവലപ്മെൻറ്റ് മിഷൻസ്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്തരം മേഖലകളിലാണ് ജോലി സാധ്യതകൾ ഉണ്ടായിരിക്കുക. അതുപോലെ
പ്രത്യേക ഗുണം ഗാന്ധിയൻ തത്വചിന്തയും സമാധാന പഠനവും സംബന്ധിച്ച ആഴത്തിലുള്ള അറിവ് ലഭിക്കും. മനസ്സിലായല്ലോ. സാമൂഹിക പാഠവും അതായത് ലീഡർഷിപ്പ് സ്കില്ല് വളരും. കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് മീഡിയേഷൻ സ്കിൽ ലഭിക്കും. ഗവേഷണ മേഖലയിലേക്ക് പോകാൻ സഹായിക്കും. അതുപോലെ നമ്മൾ UPSC PSC നെറ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് ഉപകാരപ്പെടാം. വിദേശത്തുള്ള അവസരങ്ങൾ എന്തെല്ലാം നോക്കാം. പീസ് സ്റ്റഡീസ്, ഹ്യൂമൻ റൈറ്റ്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ മേഖലകൾക്ക് ലോകമെമ്പാടും ആവശ്യകത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻസ് പ്രൊജക്ട്സ്, ഇൻ്റർനാഷണൽ NGOs, റെഫ്യൂജി റീഹാബിലിറ്റേഷൻസ് പ്രോഗ്രാംസ്, പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇതിൽ ഏറ്റവും അനുയോജ്യമായത് ആർക്കാണ് നോക്കാം. സാമൂഹിക സേവനത്തിൽ താല്പര്യമുള്ളവരാണ് ഈ കോഴ്സ് എടുക്കേണ്ടത്. സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ ടീച്ചിങ്ങിൽ ലക്ഷ്യമിടുന്നവർ, NGO ഡെവലപ്മെൻറ്റ് സെക്ടറിൽ ജോലി ആഗ്രഹിക്കുന്നവർ, സിവിൽ സർവീസ് തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു ഗുണകരമായിരിക്കും. അപ്പോൾ ഗാന്ധിയൻ ചിന്തകളും സാമൂഹിക മാറ്റങ്ങളും തൽപരരായവർക്കും ഈ ഒരു കോഴ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ ഗാന്ധിയൻ സമാധാന പഠനത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 6 മാസം ഡ്യൂറേഷനുള്ള ഒരു PGC-GPS PG സർട്ടിഫിക്കറ്റ് ഇൻ ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് ഡിസ്റ്റൻസ് ആയിട്ട് തന്നെയാണല്ലോ എടുക്കേണ്ടത്. ഇതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ചെയ്യാം. ഡ്യൂറേഷൻ വരുന്നത് 6 മന്താണ്, മാക്സിമം 1 ഇയർ ആണ്. സർട്ടിഫിക്കറ്റ് വരുന്നത് ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ് എന്നായിരിക്കും. ഇത് സാധാരണ ഒരു കോഴ്സ് ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഗാന്ധിയൻ പീസ് കൺസെപ്റ്റ്, അതുപോലെ നോൺ വയലൻ്റ് ആക്ടിവിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേൾഡ് വൈഡിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിനിലുള്ളൊരു ഗ്രാജുവേഷൻ മതി. ഏതെങ്കിലും ഡിഗ്രി. ഫീ വരുന്നത് ഫുൾ പ്രോഗ്രാമിനാണ് 2700. അതിൻ്റെ കൂടെ ഒരു 700 കൂടിയും. ഈ ഫീസ് 700 രൂപയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 3400 രൂപയാണ് ഫീസ് വരുന്നത്. ഈ 4 സബ്ജക്റ്റുകൾ മാത്രമേ ഇതിൽ പഠിക്കാനുണ്ടാകത്തുള്ളൂ കേട്ടോ. 4 സബ്ജക്റ്റുകൾ മാത്രമേ പഠിക്കാനും ഉണ്ടാവുള്ളൂ. അതുപോലെ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോഴ്സില്ല. ട്രിവാൻഡ്രത്ത് മാത്രമേ കേരളത്തിൽ ഈ ഒരു കോഴ്സ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രം സ്റ്റഡി സെൻറ്ററായിട്ടാണ് പഠിക്കേണ്ടി വരിക കേട്ടോ. ഈ ഒരു കോഴ്സിനെ കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഡീറ്റെയിൽസ്, എങ്ങനെ അഡ്മിഷൻ എടുക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത് നൽകുവാൻ വേണ്ടിയിട്ടൊക്കെ ജിഫിക്സ് അക്കാദമിയായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3ാമത്തെ കോഴ്സായ PGD-GPS PG ഡിപ്ലോമ ഇൻ ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ്. 1 ഇയർ കോഴ്സാണത്. മാക്സിമം 2 ഇയർ ആണ് വരിക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് പോകാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതൊരു ഡിപ്ലോമ കോഴ്സാണ്. PG ഡിപ്ലോമ ഡിസ്റ്റൻസ് ആണ്. 1 ഇയർ ആണ് മിനിമം ഡ്യൂറേഷൻ. മാക്സിമം 2 ഇയർ ആണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും പഠിക്കുകയും എക്സാം എഴുതുകയും ചെയ്യാം. ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസാണ് സർട്ടിഫിക്കറ്റിൽ നെയിമിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ കോഴ്സുകളിൽ പറഞ്ഞ പോലെ അതേ അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു കോഴ്സിനുള്ളത്. നിങ്ങൾക്ക് ഗാന്ധിയൻ ചിന്താഗതികളെക്കുറിച്ചും അത് വിഷനെക്കുറിച്ചും അതിൻ്റെ നോൺ വയലൻ്റ് ആക്ടിവിസത്തെക്കുറിച്ചും അതുപോലെ തന്നെ പീസ് സ്റ്റഡി, എക്കണോമിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, സസ്റ്റൈനബിൾ, എൻവിറോൺമെൻ്റൽ ഇഷ്യൂസിൻ്റെ അതിൻ്റെ ഡെപ്തിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പഠിക്കാം. NGOസിൽ, അതുപോലെ ടീച്ചിങ്, റിസർച്ച് പോലെയുള്ള മേഖലകളിലൊക്കെ ജോലിക്കും ഇതിന് സാധ്യതയുണ്ട്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫുൾ പ്രോഗ്രാമിന് വരുന്നത് 7000 രൂപയാണ്. ഇതിൻ്റെ കൂടെ 700 രൂപയും കൂടി ആഡ് ചെയ്താൽ 7700 രൂപയാണ് ഈ ഒരു കോഴ്സിന് വരുന്നത്. 32 ക്രെഡിറ്റ്സിൻ്റെ ഒരു കോഴ്സാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതിൽ ഏകദേശം പല സബ്ജക്റ്റുകളും നമ്മൾ ഇതിൻ്റെ ഒരു PG കോഴ്സ് പറഞ്ഞിരുന്നല്ലോ ആദ്യം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആ കോഴ്സിൽ വരുന്ന സബ്ജക്റ്റുകളാണ് ഏകദേശമൊക്കെ ഇതിൽ പഠിക്കാനുള്ളത് തന്നെ. അപ്പോൾ ഈ ഒരു കോഴ്സ് നമുക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിനകത്തില്ല. ട്രിവാൻഡ്രത്ത് മാറിവാനിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോളേജിലാണ് ഉള്ളത്. പിന്നെ വടകര റീജിയൻ സെൻറ്ററിൽ സെൻറ്റ് മാരീസ് കോളേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിൽ
വടകരയിലും ട്രിവാൻഡ്രത്തും മാത്രമാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ. ഈ കോഴ്സ് എടുക്കാനോ എങ്ങനെ എടുക്കണം, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എഡ്യൂഫിക്സ് അക്കാദമിയുമായി ബന്ധപ്പെടാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത കോഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്തോളൂ. നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്സപ്പ് ചാനലിലാണ്. താങ്ക് യു.